ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്കിൻ്റെ മെറ്റീരിയൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബാൻഡ് എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്, ക്രിസ്റ്റൻ്റെ ബാൻഡ് എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്, അതുപോലെ പേസ്റ്റൽ ബീഡ് എടുത്തിട്ടുണ്ട്, ഫിഷ് കൊളത്ത് എടുത്തിട്ടുണ്ട്, ജംറിങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെയാണ് ഞാനിവിടെ ഈ ഒരു വർക്കിന് വേണ്ടി യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ് വർക്ക് എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഫിഷ് കുളത്ത് ആ ഒരു ബാൻഡ് എലാസ്റ്റിക്കിലോട്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നതെന്നാണ് കേട്ടോ. അപ്പോൾ ഫിഷ് കുളത്തിൻ്റെ അറ്റത്തായിട്ട് ഒരു ഹോള് കാണാം. ആ ഹോളിലൂടെ നമ്മൾ ആ ക്രിസ്റ്റലിൻ്റെ ബാൻഡ് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാ എങ്ങനെയാണോ കെട്ടിടുന്നത് ആ രീതിയിൽ കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അത് താനെ നമ്മളെ കയ്യിൽ തന്നെ പോരൂല്ലേ. അപ്പോൾ അതില്ലാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്, എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു കെട്ടും കൂടി ഇടുക. അപ്പോഴും അത് ഉറപ്പുണ്ടാവില്ല, അത് അപ്പം തന്നെ നമ്മളെ കയ്യിൽ പോരും. അപ്പോൾ അതില്ലാതിരിക്കാൻ നിങ്ങൾ ഫസ്റ്റിൽ ഫിഷ് കുളത്തിൻ്റെ ഉള്ളിൽ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ കെട്ടിടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, കെട്ടിട്ടാൻ പോകുന്ന ടൈമിൽ ഫസ്റ്റത്തെ കെട്ടിട്ടതുണ്ടാവും കുറച്ച് പൊന്തി നിൽക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് നമ്മൾ ആ രണ്ടാമത്തെ കെട്ട് വലിച്ചു കൊടുക്കുക. അപ്പോൾ അത് നല്ലോണം ടൈറ്റായിട്ട് നിന്നോളൂ കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ, എവിടെയും പോരൂല കേട്ടോ. നല്ല ടൈറ്റായി തന്നെ അവിടെ നിന്നോളൂ, നമ്മൾ വലിച്ചാലൊന്നും പോരൂല. അപ്പോൾ അത് നിങ്ങൾ ആദ്യമായിട്ടാണ് അറിയണതെങ്കിൽ നിങ്ങൾ ആ രീതിക്ക് ചെയ്യുക കേട്ടോ. കാരണം ഒത്തിരി ആളുകളുണ്ട്, ഞാനും ഒരുപാട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്താണ് ലാസ്റ്റ് എനിക്കത് മനസ്സിലായത് ആ കെട്ട് എങ്ങനെ ഇടുക എന്നുള്ളത്. ഫസ്റ്റിലൊക്കെ ഞാൻ ചെയ്യുമ്പോഴും എൻ്റെ അടുത്ത് ഊരി പോരുമായിരുന്നു. അപ്പോൾ ഇതിന് ഇനിയിപ്പോൾ എന്താ ഒരു പോംവഴിന്ന് വിചാരിച്ചപ്പോഴാണ് ഇങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയത്. അപ്പോൾ അത് സക്സസ്ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം നമുക്ക് എത്രത്തോളം ലെങ്ത്താണ് വേണ്ടത് വെച്ചാൽ ആ ലെങ്ത്തിനനുസരിച്ചാണ് കട്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ബീഡ്സ് ഇട്ട് കൊടുക്കുമ്പോൾ വീഡിയോക്ക് ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ട്, അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത്, ഫസ്റ്റിൽ ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പേസ്റ്റലിൻ്റെ ബോൾ ബീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കുക. ഓക്കെ, ഇനി ഒരു മെറ്റീരിയൽസും നിങ്ങളെ കയ്യിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ബണ്ടിൻ്റെ മെറ്റീരിയൽസും അതുപോലെ ഹെയർ ആക്സസറീസ് മെറ്റീരിയൽസ്, ബീഡ്സ്, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഹെയർ ഓയിൽ. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയെന്ന് അറിയില്ല. എൻ്റെ സംസാരത്തിൽ ചിലപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നും കൂടി ആ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ കാണാം കേട്ടോ. നമ്മൾ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തല്ലോ, ആ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് അത് ചെയ്യണത് എന്താണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കാണാം. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് ബോൾ ബീഡാണ്, പേസ്റ്റലിൻ്റെ ബോൾ ബീഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പേസ്റ്റലിൻ്റെ ഫ്ലവർ ബീഡാണ് കേട്ടോ. അത് ഓരോരുത്തരുടേതായ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇവിടുന്ന് മുകളിൽ നിന്ന് താഴോട്ട് എടുക്കരുത്, താഴെ നിന്ന് മുകളിലോട്ട് വലിച്ചു കൊടുക്കുക. ഓക്കെ, നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ. അപ്പോൾ ഒരു കെട്ട് പോലെ അത് അവിടെ നിന്നോളൂ കേട്ടോ. ഇതിന് നമ്മൾ എന്താ പറയുക, നമ്മൾ ഗിയർ ലോക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഗിയർ ലോക്ക് ഇല്ല എങ്കിലും നമുക്ക് ഇതുപോലത്തെ വർക്കുകൾ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെസ്സേജ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അതവിടെ നല്ല സെറ്റായി. നമുക്ക് ഏത് പൊസിഷനിലാണ് അത് പോയിരിക്കേണ്ടത് ആ ഭാഗത്ത് അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളൂ, എങ്ങോട്ടും നീങ്ങിപ്പോവില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ക്യാപ്പ് ഇട്ടിട്ടാണ്, ഒരു 1/4 ഇഞ്ച് ക്യാപ്പ്, ഒരു ചെറിയ അളവിൽ ഞാൻ ക്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഓരോ ബീഡ്സുകളും ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഓരോ ബീഡ്സും നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാം ചെയ്തെടുത്തതിന് ശേഷം ചില ഭാഗം ചിലപ്പോൾ ഓവറായിട്ട് സ്പേസ് വന്നിട്ടുണ്ടാവും, ചില ഭാഗം പറ്റ സ്പേസ് ഇല്ലാത്തതും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ലാസ്റ്റിക്ക് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും വരില്ല കേട്ടോ. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ബീഡ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുളത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫിഷ് കുളത്താണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുക. ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ബീഡ്സിൻ്റെ താഴെ ഭാഗത്ത് ബീഡ്സിൻ്റെ ഹോളിലൂടെ നമ്മൾ മുകളിലോട്ട് ത്രെഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, താഴെയിൽ നിന്ന് മുകളിലോട്ട്. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യണത് കേട്ടോ. പിന്നെ നിങ്ങൾ എന്താ പറയുക, ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നും ചെയ്യാതിരിക്കാതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ടൈമുകളിൽ ഇതുപോലെ വല്ല വർക്കുകളിലൊക്കെ ഏർപ്പെടുകയെന്നുണ്ടെങ്കിൽ കുറേ മൈൻഡ് ഫ്രഷ് ആവാൻ നിങ്ങൾക്ക് നല്ലതാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല, വളരെ സിമ്പിളായിട്ടാണ്. ഇപ്പോൾ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ മക്കൾക്കെങ്കിലും ചെയ്ത് കൊടുക്കാൻ നോക്കുക. ഒന്നും എന്താ പറയുക ചെയ്യാതെ നമ്മൾ മടിച്ചികളായിട്ട് ഇരിക്കാതെ. ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞ കേട്ടോ, പൊതുവെയുള്ള കാര്യമല്ല. എനിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും വർക്കിൽ ഏർപ്പെടാമെന്ന് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യം, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്നോളും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, മടി ഇപ്പോൾ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ കമൻറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ, മടിയാണ് എല്ലാത്തിനും കാരണമെന്ന്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മടി മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കും എന്നൊരു വാശിയോട് കൂടിയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വർക്കുകളും ചെയ്യാൻ പറ്റും. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു വർക്കും ഇല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ വർക്കുകൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പം നമ്മളിവിടെ കുറച്ച് സ്പീഡാക്കിയിട്ടിട്ടുണ്ട്. കാരണം ഇത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമ്മൾ ചെയ്തെടുക്കുന്നത് നിങ്ങൾ കണ്ടു വരുമ്പോഴത്തേന് ഒത്തിരി ലെങ്ത്താവും. അപ്പോൾ നിങ്ങൾക്കും ബോറടിക്കും, പറയണ എനിക്കും ബോറായിരിക്കും കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റിൽ നമ്മൾ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ബാക്കി സ്റ്റെപ്പുകളും ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ നമ്മൾ ഓരോ ബീഡ്സ് ഇട്ട് കൊടുക്കുമ്പോഴും മറ്റേ ബീഡ്സ് ഇങ്ങനെ വലിയന പോലെ നമുക്ക് തോന്നും, നമ്മൾ ആ കെട്ടിട്ട് കൊടുത്ത ബീഡ്സ്. അപ്പോൾ ആ കെട്ട് വരൽ മുകളിലോട്ട് പാടില്ല, കെട്ട് താഴോട്ടായിട്ട് വരണം. നമ്മൾ അത് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു സംഭവത്തിൻ്റെ താഴോട്ടായിട്ടാണ്, ഉള്ളിലോട്ടായിട്ടാണ് ആ കെട്ട് വരേണ്ടത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. നമ്മൾ പിന്നെ നിങ്ങൾ മുകളിൽ നിന്ന് താഴോട്ട് ചെയ്യുമ്പോൾ ആ കെട്ട് മുകളിലോട്ട് വരും. പക്ഷേ താഴെ നിന്ന് നിങ്ങൾ മുകളിലോട്ടാണ് ആ ത്രെഡ് ഇട്ട് കൊടുക്കണതെങ്കിൽ ആ കെട്ട് ഉള്ളിലോട്ടായിട്ട് വരും. ഓക്കെ, ഞാൻ പറയണത് മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ നിങ്ങൾ ഈ ഓരോ ഫ്ലവർ ബീഡായാലും ബോൾ ബീഡായാലും ഒക്കെ നിങ്ങൾക്ക് എത്ര രൂപ വരുന്നതെന്ന് അറിയോ? ഒരു പേക്കിന് 10 രൂപ മാത്രമാണ്. എവിടെയും നിങ്ങൾക്ക് ഷോപ്പുകളിൽ 10 രൂപയ്ക്ക് ബീഡ്സ് കിട്ടൂല. കാരണം ഒത്തിരി ആളുകൾ എന്നോട് കസ്റ്റമറായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഗ്യാരൻറ്റിയോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയണത് കേട്ടോ. 10 രൂപയ്ക്ക് നമ്മൾ ബീഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച വർക്ക് എന്താണോ ആ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ബീഡ്സ് ഐറ്റംസ് ഒക്കെ വേണ്ടവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. അതുപോലെ ഹെയർ ബോ ഐറ്റംസ് ഉണ്ട്, മെറ്റലിൻ്റെ ഹെയർ ബോയും ഉണ്ട്, സാറ്റിൻ്റെ ഹെയർ ബോയും ഉണ്ട്, ഗിയർ വയറുണ്ട്, അതുപോലെ ക്രിസ്റ്റലിൻ്റെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ക്രിസ്റ്റലിൻ്റെ ബാൻഡ് എലാസ്റ്റിക് അതുണ്ട്, അതുപോലെ ടിക് ടാക്ക് ഉണ്ട്. എല്ലാം ഒട്ടുമിക്ക ഫാൻസി ഐറ്റംസിലുള്ള ഒട്ടുമിക്ക ഐറ്റംസ്, ഫ്ലവേഴ്സ് ഉണ്ട്, ഹെയർ ഓയിലൊക്കെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഹെയർ ഓയിലിൻ്റെ സ്വന്തം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണാം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, ഒട്ടുമിക്ക ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് കേട്ടോ. അതൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒരു വീഡിയോ ഷോട്ടോ എന്തോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്ത ആളുകളുണ്ട്. നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു ചോപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ടാവും സബ്സ്ക്രൈബ് എന്ന്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ ഇതൊക്കെ ഐക്കൺ കാണാൻ പറ്റും, ബെല്ലിൻ്റെ ചിഹ്നം കാണാൻ പറ്റും. അപ്പോൾ ആ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് ഷെയർ വേണമെന്നില്ല, ഞാൻ ഇടുന്ന ഓരോ വീഡിയോകളും അതാത് ടൈമുകളിൽ നിങ്ങൾക്ക് എത്തുന്നതാണ് കേട്ടോ. പിന്നെ ഓരോ വർക്കുകളും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ തന്നെ കാണാൻ പറ്റും. മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എനിക്ക് പറയാനുള്ളത് ഒട്ടുമിക്ക ആളുകൾക്ക് എങ്ങനെയാണ് കമൻറ്റ് ചെയ്യുക, എങ്ങനെയാണ് ലൈക്ക് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാത്ത ആളുകളുണ്ട് കേട്ടോ. പക്ഷെ അവരെ കുറ്റപ്പെടുത്താൻ പറ്റൂല, കാരണം അവരുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്, അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക, ഒത്തിരി വീഡിയോസിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്കിലും കൂടി ഒന്നും കൂടി ഞാൻ പറയാണ്. നമ്മൾ ഇതിൻ്റെ താഴെയായിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് കമൻറ്റ്സ് എഴുതിക്കാണ്ട്. അപ്പോൾ അതിൽ ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈപ്പിംഗ് വരും, ആ ടൈപ്പിങ്ങിൽ ചെയ്തിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ള വർക്ക് എന്താണ് 95% ഇവിടെ ഫിനിഷിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നമ്മളിവിടെ മാലയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കൊരു മാല ഇവിടെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്താ പറയുക, ഒത്തിരി ആളുകൾ ഗിയർ ലോക്ക് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഗിയർ ലോക്ക് നമ്മൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ യോജിക്കേണ്ട വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാനും പറ്റും. ചെറിയ തോതിൽ ബിസിനസ് സ്റ്റാർട്ടാക്കുന്ന ആളുകൾക്ക് ഈ രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും കേട്ടോ. കാരണം നിങ്ങൾ കുറഞ്ഞ രീതിയിൽ ചെയ്ത് നോക്കുക. ആദ്യം നിങ്ങൾ ഇതുപോലത്തെ 2-3 പീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാൻ സാധാരണ വീഡിയോകളിൽ പറയണത് പോലെ നിങ്ങൾ വാട്സപ്പുകളിൽ സ്റ്റാറ്റസ് വെക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ഷെയർ ചെയ്യുകയോ ഏതോ സോഷ്യൽ മീഡിയ ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഏത് രീതിയിലാണോ നിങ്ങൾ സെയിലാക്കാൻ ആഗ്രഹിക്കുന്നത്, ആ രീതിയിൽ നിങ്ങൾ നല്ല രീതിക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓർഡർ വരും കേട്ടോ. അപ്പം നമ്മൾ ലാസ്റ്റ് അതിൻ്റെ ഫൈനലിൽ ചെയ്യുന്നത് അതിൻ്റെ കുളത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കുളത്ത് കൊടുത്ത അതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ജംപ് റിങ് കൊടുക്കുന്നത് കേട്ടോ. അതേ സെയിം മെത്തേഡിലാണ് നമ്മൾ ആ കെട്ടിട്ട് കൊടുക്കുന്നത്. അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് പറയണില്ല. എന്നതിന് ശേഷം ഞാൻ ചെയ്യാൻ പോണത് അതിലോട്ടൊരു ലോക്കറ്റും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. കാരണം നമ്മൾ ജംപ് റിങ് യൂസ് ആക്കിയിട്ട് അതിൽ ആ ലോക്കറ്റ് ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ആ ജംപ് റിങ് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ എന്താ പറയുക, ലോക്കറ്റ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ത്രെഡിലാണ് കേട്ടോ. ത്രെഡ് എന്ന് പറയുമ്പോൾ ബീഡ്സിൻ്റെ താഴെയായിട്ട് നമ്മൾ ആദ്യം മാല നമ്മൾ പിടിച്ച് നോക്കുക. പിടിച്ചിട്ട് ആ മാലയുടെ സെൻറ്റർ എവിടെയാണോ വരുന്നത് ആ രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ആദ്യം അത് ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് കൊളുത്ത് കൊടുക്കുകയാണ്, 2 സൈഡിലും കൊളുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഏകദേശം ഐഡിയ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഒത്തിരി ആളുകൾ ഇതുപോലെ വർക്കുകൾ ചെയ്യുന്നുണ്ട്, ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഇതൊരു വെറൈറ്റി വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ഇനി അടുത്ത നല്ല വീഡിയോസുമായി കാണുന്നത് വരെ ബൈ.